കണ്ണാടിയിൽ ഈ ഷോ കളിക്കുന്നത് വേറെ ഒന്നുമല്ല, വെറുതെ ഒരു രസം. കണ്ണാടി കണ്ടപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മാറ്റി ഒരുങ്ങി കെട്ടി പോണത് എന്നിട്ട് അറിയും. എന്നും പോണ ഈ വഴി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? ഒന്നും തോന്നിയില്ല അല്ലേ? അപ്പോൾ ഞാൻ പറയാം. അങ്ങനെ അജീൻ്റെ ഓട്ടോ വിളിച്ച് ഞങ്ങൾ പോകുന്നത് ഗരുഡൻകാവിലേക്കാണ്. ഇന്ന് ഗരുഡൻകാവിലൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. ഈ വൃശ്ചിക മാസത്തിലെ 4 ഞായറാഴ്ചകളിൽ അവിടെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. എല്ലാവരും ഞായറാഴ്ചകളിൽ തൊഴാൻ ഒരു പ്രത്യേക ദിവസമാണ് അവിടെ. നല്ല തിരക്കാവും കേട്ടോ. ഇപ്പം തന്നെ ഉണ്ടോ ബ്ലോക്ക്, ഈ റോഡ് തിരിഞ്ഞ പാടെ നല്ല ബ്ലോക്കാണ്. അങ്ങനെ അജി അവിടെ നിർത്തിയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അവൻ ഫാൻ്റാണ് എടുത്തത്, മുണ്ടെടുത്തിട്ടില്ല ചേച്ചിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓൻ അവിടെ ആക്കിയിട്ട് ഞങ്ങളാക്കിയിട്ട് ഓൻ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മക്കളും തൊഴാൻ വേണ്ടി പോയി. കണ്ടില്ലേ, നല്ല തിരക്കാണ്. എത്ര പോലും തിരക്കും ജനങ്ങളാണ്. അവിടെ ചായ ഉണ്ടാവും കേട്ടോ, ഊട്ടുപുരയിൽ കച്ചവടക്കാരുണ്ടാവും ചെറിയ തോതിൽ, കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് 2 മക്കളെ ഷർട്ടൊക്കെ ഊരി. സായിട്ടിന് ഷർട്ട് ഊരാൻ സമ്മതിക്കില്ല, അവന് ഭയങ്കരമാണ്. എവിടെങ്ങാ വഴി നിൽക്കണം എന്ന് വെച്ചിട്ടാ ആദ്യം ഞങ്ങൾ വഴിപാടിന് നോക്കി. വഴിപാടിന് ഭയങ്കര തിരക്ക്. അപ്പോൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് നിന്നപ്പോഴൊന്നും കഴിച്ചില്ലാവില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴോ ഇവിടെ കണ്ടില്ല. അപ്പോൾ അവിടെയും വലിയ തിരക്ക്. എന്തായാലും ഇവിടുത്തെ തിരക്ക് എന്തായാലും നമ്മൾ നിന്നേ പറ്റും. നമ്മളിത് കാണാതെ എന്താണ് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ ആ വെയിലും കൊണ്ട് മക്കളെ നിർത്തി ഞങ്ങൾ അവിടെ നിന്ന്. പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ അതാ എവിടെങ്ങാ കിടക്കണ്ട് വൈദ്യ അറിയാം. പിന്നെന്താ വേഗം വേഗം നീങ്ങണ്ട്. പിന്നെ ഈ റിച്ചൂട്ടൻ കൈ പിടിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല. അവൻ തിക്കും തിരക്കിലും അവനെ കാണാതാവെന്ന് പേടിച്ചിട്ട് അവൻ കൈ പിടിച്ചിരിക്കുക. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായപ്പോൾ ഫോൺ ഓഫാക്കി വെച്ച് തൊഴുതൽ ഇറങ്ങിയ പാടെ ഞങ്ങൾ ചായ കുടിക്കും. അമ്പത്തരീൻ്റെ ഉപ്പുമാവും കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഈ അടി പിടിച്ച ഉപ്പുമാവ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഇവിടെ ഉണ്ടാവും അധികം എനിക്ക് കിട്ടുക. ഞാൻ തൊഴാൻ വരുമ്പോഴൊക്കെ എനിക്ക് നല്ല ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമാണത്. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് പിന്നെ മക്കളുടെ വീട. അങ്ങനെ റിച്ചൂട്ട് ഒരു സ്ലേറ്റ് എഴുതണതിൻ്റെ അത് വാങ്ങിച്ച്, സായേട്ടൻ്റെ ഒരു ബോളും വാങ്ങിച്ച്. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടി വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.